ദമാമിലെത്തിയിട്ടേ പിന്നെ രണ്ടാമത്തെ പരിപാടി നന്നായിട്ടൊന്ന് ഉറങ്ങി യാത്രാക്ഷീണമെല്ലാം അങ്ങ് മാറ്റി. പിന്നെ രാത്രിയായപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി. എന്നെ സംബന്ധിച്ചേ ഈ പൃഥ്വിരാജിൻ്റെ ആടുജീവിതത്തിലെ മരുഭൂമി മാത്രം പ്രതീക്ഷിച്ചാണ് സൗദിയിലെത്തിയത്. പക്ഷേ ഇവിടെ കണ്ട കാഴ്ചകൾ ദമാമും കൊബാറും ഒക്കെ എൻ്റെ പ്രതീക്ഷകൾക്ക് അപ്പുറമായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് ഒരു ലക്ഷ്യവുമില്ലാതെ ഞങ്ങൾ കാറിൽ സിറ്റിയിലൊക്കെ ഇങ്ങനെ കറങ്ങി നടന്നു. ഞാനും പിള്ളേരും കണ്ണ് ചിമ്മാതെ ഓരോ കാഴ്ചകളും ഇങ്ങനെ നോക്കിയിരുന്നു. എല്ലാവർക്കും വിശപ്പായപ്പോൾ അവിടെ ഒരു ഹോട്ടലിൽ കയറി. ഐഷൂട്ടിക്കൊക്കെ ഈ സമയം നല്ല വർത്താനം പറച്ചിലായിരുന്നു കേട്ടോ. കാണാൻ നല്ല രസമുണ്ടായിരുന്നേ. ഇവിടെ നമുക്ക് കഴിക്കാൻ കിട്ടിയത് നല്ല ഭക്ഷണമായിരുന്നു. നല്ല ജ്യൂസി ആൻഡ് സ്പൈസി ആയിട്ടുള്ള നല്ല ഫിഷ് ഗ്രിൽ ഉണ്ടായിരുന്നു. ഫിഷ് ഗ്രില്ലിന് എനിക്ക് നാട്ടിൽ കഴിക്കുന്ന അതേപോലത്തെ ടേസ്റ്റൊക്കെ തന്നെയാണ് ഫീൽ ചെയ്തത്. പിന്നെ നമ്മളൊരു പ്ലേറ്റർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ വെറൈറ്റീസ് ഓഫ് കബാബ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. അതെല്ലാം നല്ല ടേസ്റ്റ് ഉള്ളതായിരുന്നു. നല്ല അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ലൊരു ഫുഡാണ് അവിടെ കിട്ടിയത്. നാട്ടിൽ നിന്ന് നമ്മൾ ശരിക്കും ഇത്താടെ അടുത്തേക്ക് പോയതുകൊണ്ട് നമുക്ക് വളരെ കംഫർട്ട് ഫീലിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. എന്നാലും ഈ ഒരു സമയത്ത് ഐഷൂട്ടി വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് ചെറുതായിട്ടൊന്ന് ചിണുങ്ങിയായിരുന്നു കേട്ടോ. അപ്പോൾ നാളെയാണ് നമ്മൾ കാത്തിരിക്കുന്ന ആ ദിവസം വരുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോസും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്